നമസ്കാരം കൂട്ടുകാരെ, കവിയനകാസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വിങ്കാർ റോസിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. നമ്മുടെ എല്ലാവരും വീട്ടിൽ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സാണ് കേട്ടോ ഈ നിത്യകല്യാണി. നിത്യകല്യാണിക്ക് വേറെയും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. വിങ്കാർ റോസ്, ശവന്നാറി അത്ര സുഖമില്ലല്ലോ കേൾക്കാനായിട്ട്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരും. പിങ്ക്, വെള്ള, പർപ്പിള്, റെഡ്, അങ്ങനെ പല കളറിൽ നിത്യകല്യാണി നമുക്കിപ്പോൾ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വേറെയും കളറുകൾ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ദിവസവും പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒരു 4-5 മണിക്കൂർ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ ഈ പ്ലാന്റ്സ് വയ്ക്കണം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ലഭിക്കുകയുള്ളൂ. ഇപ്പം മഴ കാരണം പൂക്കളൊക്കെ കുറവാണല്ലേ. അതുപോലെയൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വേറെ. വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ നല്ലോണം തന്നെ ശ്രദ്ധിക്കണം. വെള്ളം ഒരിക്കലും ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 ആഴ്ച കൂടെ NPKയോ അല്ലെങ്കിൽ DAPയോ നമ്മുടെ കയ്യിലുള്ള ഏത് വളമായാലും ജൈവവളമായാലും കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് ഇതിൻ്റെ ചുവട്ടിൽ നല്ലോണം പുല്ലൊക്കെ പറിച്ച് അതിൻ്റെ കളയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല മണ്ണൊക്കെ ഇളക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മഴ കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് പരമാവധി മഴ കൊള്ളാതെ ഏതെങ്കിലും ഷെയ്ഡിലോട്ട് എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് നശിച്ചു പോകാതെ എങ്ങനെ റൂട്ട് പിടിപ്പിച്ചെടുക്കാം, അത് വളരെ സിമ്പിളായിട്ടൊന്നും കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 എണ്ണം വിങ്കിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് 2 ഇതാണ്. അതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു 2-3 ലീഫ് അങ്ങോട്ട് കളയണം കേട്ടോ. മണ്ണിൽ മുട്ടി നിൽക്കാത്ത രീതിയിൽ തന്നെ കളഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ട് ലീഫ് കളയണതുകൊണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവണില്ല. ഈ ഒരാൾ തന്നെ ഫോണും പിടിക്കണം, ഒരാൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അത്. പിന്നെ ഇതാ അടിഭാഗം ഉണ്ടല്ലോ, ഞാൻ സാഫിൽ മുക്കിയിട്ടുണ്ടേ. കിളുന്തെടുക്കരുത് കേട്ടോ. കിളുന്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിടിച്ച് കിട്ടിയില്ല കേട്ടോ. ഞാൻ കിളുന്തും വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല മൂത്ത സ്റ്റെമ്മും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് നേരിട്ട് ഇന്ന മണ്ണിലോട്ട് കുത്തി കൊടുക്കരുത് കേട്ടോ. ഒരു ഹോളൊക്കെ ഇട്ടിട്ട് വേണം കുത്തി കൊടുക്കുക. കാരണം നേരിട്ട് നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിന് ഏതെങ്കിലും രീതിയിൽ ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെമ്മ് അങ്ങനെ വിജയകരമായി നട്ടു. അടുത്തത് നട്ടു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്കാണ്. എൻ്റെ ഒരു സാധാ ഫോണാണ്. എന്തുകൊണ്ടാണ് എനിക്ക് വ്യൂസ് വരാത്തതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കണം. കാരണം രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്നിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്കാരും സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഈ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടിട്ട് വ്യൂസൊന്നും വരാത്തവർക്ക് എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ നട്ട് പിടിപ്പിച്ച ഒരു വിങ്ക പ്ലാന്റാണ് കേട്ടോ ഇത് ഒരു ഹാങ്ങിങ് വിങ്കയുടെ സ്റ്റെം എടുത്തിട്ട് ഞാൻ ഇതുപോലെ നട്ടിട്ട് ഒരു ചട്ടിയിലിറക്കി വെച്ചതാണ് കേട്ടോ, മഴ കൊള്ളാതിരിക്കാൻ. എന്നിട്ട് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ടുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച നട്ട് വെച്ച പ്ലാന്റ്സുകളാണ്. ഏതൊരാൾക്കും ആദ്യം എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ടാണ് നമുക്ക് സബ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ആരും ഇല്ലാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ നട്ടതിന് ശേഷം നല്ല തണലുള്ള ഭാഗത്തേക്ക് ആ പ്ലാന്റ്സിനെ മാറ്റി വയ്ക്കണം കേട്ടോ. 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് വെയിലത്തോട്ട് വെക്കാം.